ബംഗാളിൽ പുതുചരിത്രമെഴുതി ബി.ജെ.പി. ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ, മുഖ്യമന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് സുവേന്ദുവുമായി പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തി. പശ്ചിമബംഗാളിലെ ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരി കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കാവി വസ്ത്രമണിഞ്ഞാണ് സുവേന്ദു അധികാരി എത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് സുവേന്ദുവുമായി പ്രധാനമന്ത്രി റോഡ് ഷോയും നടത്തി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ബി.ജെ.പി. എം.എൽ.എമാരായിട്ടുള്ള ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ എന്നിവരും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പാർട്ടി എം.എൽ.എമാരുടെ യോഗം സുവേന്ദുവിനെ സഭാകക്ഷി നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. തുടർന്ന് ഗവർണർ R.N. രവിയെ കണ്ട് സുവേന്ദു സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിച്ചു. ബംഗാളിൽ പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന മുഖങ്ങളിൽ ഒരാളാണ് സുവേന്ദു അധികാരി. ആദ്യം കോൺഗ്രസിന്റെയും പിന്നീട് ഇടതുപക്ഷത്തിന്റെയും അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിന്റെയും ഉരുക്കുകോട്ടയായിരുന്ന ബംഗാൾ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. പിടിച്ചെടുക്കുകയായിരുന്നു. അതേസമയം മമതയുടെ വസതിക്ക് പുറത്ത് CRPF-നെ വിന്യസിച്ചിരിക്കുകയാണ് കേന്ദ്രസേന. നഗരത്തിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നു. ഒരു കാലത്ത് മമതാ ബാനർജിയുടെ ഉറ്റ അനുയായി കൂടിയായിരുന്നു സുവേന്ദു. കഴിഞ്ഞ സർക്കാരിലെ പ്രതിപക്ഷ നേതാവുമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്കെതിരെ നേടിയ ഐതിഹാസിക വിജയമാണ് സുവേന്ദുവിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത്. ഭവാനിപൂരിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ 15,000-ലധികം വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. നന്ദിഗ്രാമിലും ഭവാനിപൂരിലും ജയിച്ച സുവേന്ദു അധികാരി ഒരു സീറ്റിൽ രാജിവെക്കും. മുഖ്യമന്ത്രി മമതയെ 2021 നന്ദിഗ്രാമിലും ഇക്കുറി ഭവാനിപൂരിലും തോൽപ്പിച്ച് തന്റെ ജനപിന്തുണയും ശക്തിയും സുവേന്ദു ലോകത്തോട് വിളിച്ചു പറയുന്നു. 2014 ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ജയിച്ച സാമിക് ഭട്ടാചാര്യയാണ് ബംഗാളിൽ ബി.ജെ.പിയുടെ ജയത്തിന് തുടക്കമിട്ടത്. 2016 അത് 3ആയി, 2021 71ആയി ഉയർന്നു. 2026 തിരഞ്ഞെടുപ്പ് നയിച്ച സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയെ തന്നെ കോട്ടയിൽ പോയി പരാജയപ്പെടുത്തി അധികാര കസേര പിടിച്ചുവാങ്ങുകയായിരുന്നു. നിയമസഭയിലെ 294 സീറ്റുകളിൽ 207 സീറ്റും പിടിച്ചെടുത്താണ് ബി.ജെ.പിയുടെ തേരോട്ടം. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.